ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളം സബ്ജക്റ്റിൽ വരുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. കഥാപാത്ര നിരൂപണം എന്നാൽ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള കഥാപാത്രത്തെക്കുറിച്ച് വിവരിച്ച് അവരുടെ കഥാപാത്രവും രൂപവും ഭാവവും വിശേഷങ്ങളൊക്കെ വിശകലനം ചെയ്ത് തയ്യാറാക്കുന്നതിനാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നോക്കാം. കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ, രൂപം, ഭാവം എന്നിവ കണ്ടെത്തുക. അതായത് നമ്മുടെ പാഠഭാഗത്ത് കഥാപാത്രത്തെ കാണാൻ ഇങ്ങനെയൊക്കെയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്തിൽ എഴുതണം? കഥാപാത്ര നിരൂപണത്തിൽ എഴുതി ചേർക്കണം. അവരുടെ സ്വഭാവങ്ങളും പ്രത്യേകതകളും ഒക്കെ എഴുതണം. പിന്നെ അടുത്ത പോയിന്റായിട്ട് നമ്മൾ എഴുതേണ്ടതാണ് കഥയിൽ കഥാപാത്രത്തിലുള്ള സ്ഥാനം, മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവ കണ്ടെത്തുക. അതായത് ഈ കഥയിൽ എത്രത്തോളം പ്രാധാന്യമാണ് ഈ ഒരു കഥാപാത്രത്തിനുള്ളത്, ആ കഥയിൽ മറ്റുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെ, അവരുമായിട്ട് ഉള്ള ബന്ധം, ഇതൊക്കെ നിങ്ങൾ എഴുതി ചേർക്കണം. മൂന്നാമത് ആശയക്രമീകരണം. നാലാമതാണ് വാക്യഘടന, ചിഹ്നം എന്നിവ ഉപയോഗിച്ച് ഒരു അക്ഷരത്തെറ്റുമില്ലാതെ നിങ്ങൾ എഴുതി ചേർക്കാം. സോ ഇതാണ് ഒരു കഥാപാത്ര നിരൂപണം എഴുതേണ്ടതിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കഥാപാത്ര നിരൂപണത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം: ഉണ്ണിക്കണ്ണൻ്റെ കഥ ഓർമ്മയില്ലേ? ഒരു പരിഭവവും പറയാതെ വീട്ടുവേല ചെയ്ത് അമ്മ കൊണ്ടുവരുന്ന തണുത്ത ചോറും കറികളും സന്തോഷത്തോടെ കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി നോക്കൂ. സോ നമുക്കിവിടെ ഉണ്ണിക്കണ്ണൻ്റെ കഥാപാത്ര നിരൂപണം ആണ് തയ്യാറാക്കേണ്ടത്. നിങ്ങളുടെ 2ാമത്തെ യൂണിറ്റിലെ പാഠഭാഗമായിരുന്നു മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നത്. ആ കഥയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ. ആ കഥയിൽ മറ്റുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ഉണ്ണിക്കണ്ണൻ്റെ അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, പിന്നെ ഒരു മാളിക വീട്ടിലെ ഒരു രാക്ഷസനുമുണ്ട്, അല്ലേ? എക്സാമിന് ചിലപ്പോൾ മുത്തശ്ശിയുടേതോ അല്ലെങ്കിൽ അമ്മയുടേതോ ഒക്കെ കഥാപാത്രം നിരൂപണം ചോദിച്ചേക്കാം. സോ ഇതൊക്കെ എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കഥ നന്നായിട്ട് വായിക്കണം, ഓരോ കഥാപാത്രങ്ങളെയും മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമ്മൾക്ക് ആദ്യം ഉണ്ണിക്കണ്ണൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം, പിന്നെ മുത്തശ്ശിയുടെ കഥാപാത്ര നിരൂപണവും തയ്യാറാക്കി നോക്കാം. ഓക്കെ, ഈ പാഠഭാഗം എഴുതിയത് ആരാണ്? പി കുഞ്ഞിനന്ദൻ നായരാണ്. സോ നമുക്ക് കഥാപാത്ര നിരൂപണം നല്ലൊരു അട്രാക്ഷനുള്ള, ഒരു ആകർഷണമുള്ള ഒരു വരിയിൽ തുടങ്ങണം. നമുക്കിവിടെ എഴുതാം: പി കുഞ്ഞിനന്ദൻ നായർ എഴുതിയ മനോഹരമായ കഥയാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. ഈ കൊച്ചു കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് 7 വയസ്സുകാരനായ ഉണ്ണിക്കണ്ണൻ. കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട കഥാപാത്രം, ഈ കഥയിലെ മുഖ്യ കഥാപാത്രം എന്നൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ഖണ്ഡികയായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു 2 ലൈന് പറഞ്ഞതിന് ശേഷം ഇനി അടുത്ത ഖണ്ഡികയാക്കി തുടങ്ങുക. കഥയിലെ നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ് ഉണ്ണിക്കണ്ണൻ. അവൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഊഞ്ഞാൽ വേണമെന്ന്. മുത്തശ്ശിയോട് ഒരുപാട് തവണ ഈ ആഗ്രഹം പറഞ്ഞെങ്കിലും മുത്തശ്ശിക്ക് അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവൻ്റെ അമ്മ വലിയൊരു മാളിക വീട്ടിലാണ് ജോലിക്ക് പോകുന്നത്. അമ്മ കൊണ്ടുവരുന്ന തണുത്ത ചോറ് ഒരു പരിഭവവും പറയാതെ സന്തോഷത്തോടെ വാങ്ങിക്കഴിക്കും. ഇനി അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കഥാപാത്ര നിരൂപണം. ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ. സോ നമ്മുടെ കഥാപാത്ര നിരൂപണം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുത്തശ്ശിയുടേത് തയ്യാറാക്കി നോക്കാം. കഥയിൽ മുത്തശ്ശിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പാഠഭാഗത്ത് മുത്തശ്ശിയെ കാണാൻ എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലേ? പല്ല് കൊഴിഞ്ഞ, എപ്പോഴും നാമം ജപിക്കുന്ന, നീണ്ട വിരലുകളുള്ള മുത്തശ്ശി. സോ ആ മുത്തശ്ശിയെക്കുറിച്ചാണ് നമുക്കിവിടെ എഴുതേണ്ടത്. നമുക്ക് എഴുതാം: പി കുഞ്ഞിനന്ദൻ നായർ എഴുതിയ മനോഹരമായ കഥയിലെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥാഭാഗത്തിലെ കഥാപാത്രമാണ് മുത്തശ്ശി. ഉണ്ണിക്കണ്ണൻ എന്ന 7 വയസ്സുകാരനും അവൻ്റെ അമ്മയും മുത്തശ്ശിയുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. എന്നിട്ട് അടുത്ത പാരഗ്രാഫാക്കി തുടങ്ങുക.
ചെവി കേൾക്കാത്ത കാഴ്ചക്കുറവുള്ള പല്ല് കൊഴിഞ്ഞ മുത്തശ്ശി തൻ്റെ പേരക്കുട്ടിയായ ഉണ്ണിക്കണ്ണന് നിരവധി കഥകൾ പറഞ്ഞു കൊടുക്കും. അവനെ സ്നേഹത്തോടെ മടിയിൽ വയ്ക്കും, തലോടുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യും. എന്നും നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ രൂപം ഈ കഥയിൽ നിറഞ്ഞു കാണുന്നുണ്ട്. ഉണ്ണിക്കണ്ണനെ സ്നേഹം കൊണ്ട് മൂടുന്ന മുത്തശ്ശി നന്മയുള്ള കഥാപാത്രമാണ്. ഉണ്ണിക്കണ്ണൻ്റെ അമ്മ ജോലി കഴിഞ്ഞു വരുന്നതുവരെ ഉണ്ണിക്കണ്ണനെ നോക്കുന്നതും മുത്തശ്ശി തന്നെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ്, അടുത്ത ഖണ്ഡികയായിട്ട് നിങ്ങൾക്ക് എഴുതാം. നമ്മളിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കും ഏതൊരു വീട്ടിലും കഥ പറഞ്ഞു കൊടുക്കുന്ന, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഇങ്ങനെ ഒരു മുത്തശ്ശിയെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്? സോ നിങ്ങൾ ആരുടെ കഥാപാത്ര നിരൂപണം ചോദിച്ചാലും ഇങ്ങനെ നല്ലൊരു ലൈനിൽ ഫസ്റ്റിൽ തുടങ്ങുക, ഇതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം, എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതെന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.